വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദിജില ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2025 സെപ്റ്റംബർ 7 റബീഉൽ അവ്വൽ 17 ചിങ്ങം 22. വാർത്തകൾ വായിക്കുന്നത് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടി വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ആദ്യം തന്നെ ഒരു നല്ലൊരു ദിനം നേരുന്നു. ഇന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1500ാമത് ജന്മദിനം കൊണ്ടാടുന്ന ഇവിടെ മുസ്ലിം ജനതയ്ക്ക് ഏറെ സന്തോഷവും ആഹ്ലാദപൂരിതവുമായ ഒരു ദിനം കൂടിയായിരിക്കും ഇന്ന്. ഇൻഷാ അല്ലാഹ് വാർത്തകളിലേക്ക് കടക്കാം. ആദ്യം ഒരു ദിനം രണ്ട് സൽസ്വഭാവം പറയുന്നതിൽ ഒന്നാമത് ക്ഷമ. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന കാലത്ത് ഒരാൾ അദ്ദേഹത്തെ പരസ്യമായി അപമാനിച്ചു. ജനങ്ങളെ വിടുക, സത്യം കേൾക്കുന്നതും വിമർശനം സഹിക്കുന്നതും നേതൃഗുണമാണ്. നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും ശക്തൻ പ്രതികാരം ചെയ്യുന്നവനല്ല, മറിച്ച് ക്ഷമിക്കുന്നവനാണ്. ക്ഷമയുടെ ഭംഗി അറിയുന്നവന് ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. ക്ഷമയുള്ളവനുണ്ടാകുന്ന ഗുണങ്ങൾ പലതാണ്. അവന് അവന്റെ കോപത്തെ നിയന്ത്രിക്കാനാകും, ബന്ധങ്ങൾ നിലനിർത്താനാകും, അവന്റെ ധൈര്യം വർദ്ധിക്കും, അവന്റെ സന്തോഷം നിറഞ്ഞ ജീവിതമായിരിക്കും. നിങ്ങൾ ക്ഷമിക്കാൻ പഠിക്കുക. ആഘോഷമായി തുടക്കം കുറിച്ചു. ലോകം ഇന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1500ാമത് ജന്മദിനം ആഘോഷിക്കുന്നു. 100 വർഷത്തിന്റെ നിറവിൽ സമസ്ത ഗസയിൽ ദുരിത ജീവിതം. ഇന്ത്യൻ സൂപ്പർ ലീഗ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം ഫിഫ ലോകകപ്പ് 2026 3 രാജ്യങ്ങളിലായി നടക്കുന്നു. മെസ്സി കേരളത്തിലേക്ക്. ബുള്ളറ്റ് ന്യൂസ് അവസാനിച്ചിരിക്കുന്നു. ഇനി വിശദ വിവരങ്ങളിലേക്ക്. നബിദിനാഘോഷവുമായി തുടക്കം കുറിച്ചു. മദ്രസയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നു റയ്യാൻ സയ്യിദ്. അസ്സലാമു അലൈക്കും റയ്യാൻ സയ്യിദ്. എന്താണ് അവിടുത്തെ അവസ്ഥ? മദ്രസയിൽ റഹ്മത്തെ ആലം എന്ന ഫെസ്റ്റ് രൂപീകരിച്ചു. 3 ടീമുകൾ വേർതിരിച്ചു. 150 വിദ്യാർത്ഥികളായി അടങ്ങുന്ന ഈ ഫെസ്റ്റിൽ 90ഓളം പരിപാടികൾ അരങ്ങേറുന്നു. സെപ്റ്റംബർ 31 പെൺകുട്ടികളുടെ പരിപാടികൾ അതിഗംഭീരമായി ഇവിടെ അരങ്ങേറി. ഇന്നലെ സന്നിധിയിൽ മീലാദ് സംഘടിപ്പിച്ചു. ശേഷം മൗലിദ് പാരായണവും അന്നദാനവും നടത്തിയിരുന്നു. മദ്രസ വിദ്യാർത്ഥികളുടെ ഇസ്ലാമിക കലാമേള 6-7 തീയതികളായിട്ട് നടന്നു. ഇന്നലെ മഗ്‌രിബ് നിസ്കാരത്തിന് 7 മണിക്ക് പരിപാടികൾ ആരംഭിച്ചു. വിശദ വിവരങ്ങൾ മദ്രസയിലെ പ്രധാന അധ്യാപകനായ സദർ ഉസ്താദിനോട് നമുക്ക് ചോദിക്കാം. സദർ ഉസ്താദ്, താങ്കളുടെ എന്താണ് പറയാനുള്ളത്? ഇവിടെ പറയപ്പെട്ടതുപോലെ തന്നെ ഏതാണ്ട് 1 മാസങ്ങൾക്ക് മുമ്പായി കൊണ്ട് നമ്മുടെ മദ്രസയിൽ മീലാദ് ദിവസവുമായി ബന്ധപ്പെട്ട് റഹ്മത്തെ ആലം എന്ന ടൈറ്റിൽ നൽകിക്കൊണ്ട് നമ്മൾ 3 ഗ്രൂപ്പുകളായി കുട്ടികളെ തരംതിരിക്കുകയും ദിജ്ല, ഫുറാത്ത്, നീൽ എന്നിട്ട് നാമകരണം നൽകുകയും ചെയ്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സമാരംഭം കുറിച്ചു. കഴിഞ്ഞ 31-ാം തീയതി നമ്മുടെ പെൺകുട്ടികൾക്കുള്ള പരിപാടികൾ അരങ്ങേറി. അതിനിടയിലായിക്കൊണ്ട് പല സമയങ്ങളിലായി വോസ്റ്റേറ്റ് പരിപാടികൾ നടത്തുകയുണ്ടായി. അവസാനം ഇന്നലെ രാവിലെ പതാക ഉയർത്തി ദുആയോടുകൂടി ഇന്നലെ നമുക്ക് ഏതാണ്ട് 12-15 നമ്മുടെ പരിപാടികൾ നമുക്ക് സമാപിക്കാൻ കഴിഞ്ഞു. ഇന്നും ഏകദേശം 12-30 പരിപാടി സമാപിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പരിപാടി വളരെ നല്ലതായി ആക്കി തരട്ടെ. നമ്മൾ ഉദ്ദേശിച്ചതിന് വളരെ ഭംഗിയായ രൂപത്തിൽ പരിപാടികൾ മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് വളരെയധികം രേഖപ്പെടുത്തുകയാണ്. പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അതുപോലെ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത മാനേജ്മെന്റ് പ്രതിനിധികളുമെല്ലാം വളരെയധികം സത്യമായ നന്ദി രേഖപ്പെടുത്തി പ്രോത്സാഹിപ്പിക്കുന്നു. നന്ദി റയ്യാൻ സയ്യിദ്. ലോകം ഇന്ന് മുത്ത് നബിയുടെ 1500ാമത് ജന്മദിനം ആഘോഷിക്കുന്നു. നമ്മോടൊപ്പം ചേരുന്നു ഇഷാം. അസ്സലാമു അലൈക്കും ഇഷാം. എന്താണ് അവിടുത്തെ വിവരങ്ങൾ? പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 570 റബീഉൽ അവ്വൽ 12 മക്കയിൽ ജനിച്ചു. ഈ വർഷത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1500ാം ജന്മദിനം വെറുമൊരു ആഘോഷമല്ല, മറിച്ച് ഇസ്ലാമിക
ചരിത്രത്തിലെ ഒരു പ്രധാന ചിഹ്നം കൂടിയാണ്. ലോകമെമ്പാടും മതേതര സൗഹൃദവും സാമൂഹിക സേവനവും ഉൾപ്പെടുത്തിയ ഭക്തിയും ആത്മീയവും നേർന്ന പരിപാടികൾ ഇന്ന് നടന്നു. പ്രവാചകനെ പ്രോത്സാഹിപ്പിക്കാനും യുവതലമുറയിലേക്ക് പ്രവാചക സന്ദേശം എത്തിക്കാനും ഒരാഗോള അവസരമായി മുസ്ലിങ്ങളുടെ ജന്മദിനം മുസ്ലിം സമൂഹം കാണുന്നു. 2025 1500-ാം ജന്മദിനം വെറുമൊരു ആഘോഷമല്ല, മറിച്ച് ഇസ്ലാമിക ചരിത്രത്തിന്റെ ഒരു വൈദ്യവും കൂടിയാണ്. ഇന്നത്തെ ദിവസം ലോകമെമ്പാടും ധാർമ്മിക സാമൂഹിക വിദ്യാഭ്യാസ മനുഷ്യസേവന പരിപാടികൾ സംഘടിപ്പിച്ചു. ഇപ്പോൾ പ്രവാസിനോടൊപ്പം മുഹമ്മദ് ഇസാം. നന്ദി ഇശാം. 100 വർഷത്തിന്റെ നിറവിൽ സമസ്ത നമ്മോടൊപ്പം ചേരുന്നു റംഷാദ്. അസ്സലാമു അലൈക്കും റംഷാദ്. വഅലൈക്കും അസ്സലാം. മുസ്തഫ, എന്താണ് അവിടുത്തെ വിവരങ്ങൾ? സമസ്തയുടെ 100-ാം വാർഷിക മഹാസമ്മേളനം 2026 ഫെബ്രുവരി 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെ സ്കോളർഷിപ്പുകൾ വിതരണം, ആരോഗ്യ സേവന ക്യാമ്പുകൾ, ശതാബ്ദി സ്മാരക സൗധ ഉദ്ഘാടനം, 100 പുസ്തകങ്ങളുടെ പ്രകാശനം എന്നിവയാണ് പ്രധാന പരിപാടികൾ. ക്യാമറാമാൻ ഫവാസിനോടൊപ്പം റിപ്പോർട്ടർ റംഷാദ്. നന്ദി റംഷാദ്. ഗസയിലെ ദുരിത ജീവിതം നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് അവിടുത്തെ വിവരങ്ങൾ? ഗാസ സിറ്റിയെ പിടിച്ചെടുക്കാനുള്ള ശക്തമായ ഊർജകീയമായ ഇസ്രായേൽ സൈന്യ ആക്രമണം കടുപ്പിച്ചു. ആളുകളോട് ഒഴിഞ്ഞു പോകാൻ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു. പിന്നെയുള്ള ഗാസയെ ബോംബിട്ട് നശിപ്പിക്കാൻ ശക്തമാക്കി. 59 പേരെ ഇന്നലെ കൊലപ്പെടുത്തിയതായിരുന്നു. വെള്ളിയാഴ്ച 68 പേരെയും കൊലപ്പെടുത്തി. ഇത്രയും വാർത്തകളാണ് അറിയപ്പെട്ടത്. നന്ദി സ്വാലിഹ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം നമ്മോടൊപ്പം ചേരുന്നു ആനിയസ്. അസ്സലാമു അലൈക്കും ആനിയസ്. എന്താണ് വിവരങ്ങൾ? അടുത്ത സീസണിന്റെ തുടക്കം ഒക്ടോബറിലായിരിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ ഈ വർഷത്തെ തീരുമാനം കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ആദ്യ ISL കിരീടം സാധിക്കണം എന്ന ആകാംക്ഷയിലാണ്. ഫിഫ ലോകകപ്പ് 2026 3 രാജ്യങ്ങളിലായി നടക്കുന്നു. നമ്മോടൊപ്പം ചേരുന്നു ആനിയസ്. എന്താണ് വിവരങ്ങൾ? ഫിഫ ലോകകപ്പ് 2026 3 രാജ്യങ്ങളിലായാണ് നടക്കുന്നത്. ആദ്യത്തെ രാജ്യങ്ങൾ USA, കാനഡ, ലോകകപ്പ് ആതിഥ്യം വഹിക്കുന്നത്. ആകെ 48 ടീമുകളാണ് പങ്കെടുക്കുന്നത്. മുമ്പത്തെ 32 ടീമുകളുടെ സ്ഥാനത്താണ് ഇത്തവണ 48 ടീമുകൾ മത്സരിക്കുന്നത്. മത്സരം 14 നഗരങ്ങളിലായാണ് നടത്തപ്പെടുന്നത്. നന്ദി ആനിയസ്. മെസ്സി കേരളത്തിലേക്ക് നമ്മോടൊപ്പം ചേരുന്നു ആനിയസ്. അസ്സലാമു അലൈക്കും ആനിയസ്. വഅലൈക്കും സലാം. എന്താണ് വിവരങ്ങൾ? മെസ്സി കേരളത്തിലേക്ക് അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് എത്തുന്നു. നവംബർ 10-നും 12-നും ഇടയിലാണ് മത്സരം. എതിരാളികളെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം. കായിക മന്ത്രി വി റഹ്മാൻ കഠിന പരിശ്രമത്തിനൊടുവിലാണ് മെസ്സി കേരളത്തിലേക്ക് എത്തുന്നത്. മെസ്സി ആരാധകർക്ക് ഇതൊരു ആഹ്ലാദ നിമിഷമാണ്. നന്ദി ആനിയസ്. വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. ഒരു ദിനം 2 സൽസ്വഭാവം എന്നതിൽ രണ്ടാമത്തേത്. ഒരു ചെറിയ സംഭവം പറയാം. 313 പേരാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തത്. ഇവർ ഇത്രയും പേർ സ്വർഗത്തിലാണെന്നും വരാൻ പോകുന്നതും കഴിഞ്ഞു പോയതുമായ പാപങ്ങൾ പുറത്തു കൊടുത്തു എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചു. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പക്ഷേ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന്. പിന്നെ എന്തുകൊണ്ടാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത അതിഥികളിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ എണ്ണപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അതിനുള്ള കാരണം യുദ്ധത്തിന്റെ അവസരത്തിൽ രോഗബാധിതരെ മാറി നിൽക്കുകയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. യുദ്ധം കഴിഞ്ഞപ്പോൾ ഒരു ഭാഗത്ത് ഇസ്ലാമിന് വേണ്ടി പോരാടിയവരും മറുഭാഗത്ത് തന്റെ ഭാര്യയെ സംരക്ഷിക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയവരെയും റബ്ബ് ഒരുപോലെ പദവി നൽകി ആദരിക്കുകയാണ്. ഒരു പക്ഷേ ലോകത്തുള്ള പല ബന്ധങ്ങളും സൃഷ്ടിച്ചത് അത് ദുനിയാവിൽ വെച്ചായിരിക്കും. എന്നാൽ ഭാര്യ ഭർത്താവ് എന്ന ബന്ധം സൃഷ്ടിച്ചത് അത് സ്വർഗത്തിൽ വെച്ച് തന്നെയാണ്. വിവാഹ ബന്ധം എന്നതിന്റെ മഹത്വം മനസ്സിലാക്കി റസൂലിനെ മാതൃകയാക്കി വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. ഇനി ആരോഗ്യ കുടുംബം എന്നതിലേക്ക് കടക്കാം. ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം കേരളക്കാരൻ നെഞ്ചിലേറ്റിയ
പാമ്പ് പിടുത്തക്കാരിൽ പ്രഗത്ഭൻ ബാബ സുരേഷ് നമ്മോടൊപ്പം ചേരുന്നു. സുരേഷ് ചേട്ടാ നമസ്കാരം. നമ്മുടെ പ്രേക്ഷകർക്ക് പാമ്പ് കടിയേറ്റാൽ എന്തെല്ലാം പ്രഥമ ശുശ്രൂഷകൾ ചെയ്യണമെന്ന് ഒന്ന് വ്യക്തമാക്കി തരാമോ? പറയുന്നത് കെട്ടി വെക്കണമെന്ന് അല്ല, ഏറ്റവും വളരെ ഒന്നാമത് പ്രാധാന്യം കൊടുക്കേണ്ടത് ആ പാമ്പ് കടിയേറ്റ ആളിനെ ഒരിടത്ത് പിടിച്ച് ഇരുത്തുക. അതിനുശേഷം അദ്ദേഹത്തിനെ നടക്കാനോ കിടക്കാനോ സമ്മതിക്കരുത്. അതിനുശേഷം മൂന്നാമതായി നമ്മൾ ചെയ്യുന്നത്, ഈ നിങ്ങൾ അനുഭവിക്കുന്ന ആരെങ്കിലും അല്ലെങ്കിൽ കടിയേറ്റ ആളോ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഏതാണോ അത് ഈ ഇത്രയും വീതിക്ക് വളരെ പരമാവധി ഇത്രയെങ്കിലും വീതിക്ക് നല്ല നീളത്തിന് കീറിയിരിക്കുക. അതുപോലെ നമ്മുടെ ആണുങ്ങളുടെ കൈ ഇങ്ങനെ നിവർത്തി കഴിഞ്ഞാൽ ഈ ചെറിയ വിരൽ പോലെ ഈ പെരു വിരൽ വരെയുള്ള അകലം 8.4 ഇഞ്ച് മുതൽ 9 ഇഞ്ചിനകത്ത് അകലം ഉണ്ടാവും. നമ്മുടെ ശരീരത്തിന് പല അവയവങ്ങൾക്കും പല പല നീളമായതുകൊണ്ട് ചിലർക്ക് ഹൈറ്റ് കുറഞ്ഞവർക്ക് 8 ഇഞ്ച് ഉണ്ടാകും. പക്ഷെ ഒരു 5 ഇഞ്ച് ഹൈറ്റുള്ള ആളിന് പരമാവധി ആ 8.4 ഇഞ്ച് വീതിക്ക് തന്നെ ചുറ്റിക്കെട്ടുക. അരിക്കാൻ പറ്റുന്ന കെട്ടുകൾ കെട്ടുക. കെട്ടുക എന്നാൽ ആ വാക്കിന്റെ അർത്ഥം രക്തഓട്ടം തടയുക എന്നല്ല, രക്തഓട്ടം കുറയ്ക്കുക എന്നാണ്. അതുപോലെ അയക്കാൻ പറ്റുന്ന കെട്ടുകൾ കെട്ടുക. രക്തഓട്ടം തടയത്തേക്ക് കെട്ടാതിരിക്കും, പുറത്തേക്ക് കെട്ടുക. വീണ്ടും ഒരു കഷ്ണം തുണിയും കൂടി കീറിയെടുത്ത് കെട്ടിയുടെ കുറച്ചുകൂടെ ഉയരത്തേക്ക് കെട്ടുക. കയ്യിലോ കാലിലോ കടിയൊക്കെ ഒരു കാരണവശാലും ഉയർത്തി ഹാർട്ടിന് മുകളിലേക്ക് ഉയർത്തി വെക്കുന്നത് താഴേക്ക് തൂക്കിയിടുക. അതിനുശേഷം അദ്ദേഹത്തിന് നടക്കാനോ കിടക്കാനോ സമ്മതിക്കാതെ ഇരുത്തി അജീവനം ചെയ്യാൻ കഴിവുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഒരു കാരണം പല സ്ഥലങ്ങളും പാമ്പ് കടിയേറ്റ് ഒരാളിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ കൂടെ പോകുന്ന ആൾക്കാര് ഡോക്ടർമാരുടെ നക്കത്ത് കയറുന്നത് കാണാൻ കഴിയും. ഒരിക്കലും പാടില്ല. കാരണം ഡോക്ടർമാർക്ക് അറിയാം ആ പേഷ്യന്റ് എന്താണ് ചെയ്യുന്നത്, എന്ത് മരുന്നാണ് കൊടുക്കേണ്ടത്. അവിടെ നിങ്ങൾ ഒരിക്കലും ഡോക്ടർമാരുടെ നക്കത്ത് കയറിയിട്ട് അറിയില്ല. പാമ്പ് കടിയേറ്റുന്ന ഒരാളിനെ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ പാമ്പ് കടിയേറ്റുന്നവരുടെ അംഗീകരണം എന്ന് പറഞ്ഞ മെഡിസിൻ പാമ്പ് കടിയേറ്റാണ്ട് ശരീരത്തിലേക്ക് കടത്തിവിടാൻ ഗവൺമെന്റ് അംഗീകരണം എന്ന് പറയുന്ന മെഡിസിൻ കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ ആളിന്റെ ജീവന് അപകടമുണ്ടാകും. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അതുപോലെ പാമ്പ് കടിച്ചാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ സംയമനം പാലിക്കുകയാണ് വേണ്ടത്. അതായത് ഡോക്ടർമാരെ അവിടുത്തെ ബാക്കി ഓഫീസർമാരെ മെക്കെട്ട് കയറാൻ ഒരിക്കലും നിങ്ങൾ ശ്രമിക്കാതിരിക്കുക. അതുപോലെ കടിച്ച പാമ്പിനെ തല്ലി കൊന്നു കൊണ്ടുവരണമെന്ന് ലോകത്തൊരു ഡോക്ടർമാരും പറയാൻ തോന്നുന്നു. കാരണം പാമ്പിന്റെ കളർ കണ്ടിട്ട് ഒരിക്കലും മെഡിസിൻ കൊടുക്കാൻ കഴിയില്ല. കാരണം അതിനൊരു പ്രത്യേകത ഉള്ളത്, ഇന്ത്യയിൽ പാമ്പ് കടിയേറ്റ് ഏത് പാമ്പിന്റെ കടി ആർക്കേറ്റാലും ഒറ്റ ഒരു മരുന്നേ ഉള്ളൂ, മിക്സഡ് ആന്റി വെനം എന്നറിയപ്പെടുന്ന കോമൺ ആന്റി. നമുക്ക് വീണ്ടും കാണാം. വാർത്തകൾ അവസാനിച്ചു. അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.